നീ ഐശ്വര്യമായിട്ട് നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ? അപ്പൊ പാട്ടിന്റെ ടെൻഷൻ കഴിഞ്ഞാലോ? ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇടാന്ന് പറയുന്നുണ്ട്. അത്രയല്ലേ ഉള്ളൂ, ഞങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ ചേച്ചി, അത്രേ ഉള്ളൂ ഞങ്ങളുടെ പ്രേക്ഷകർക്കും. ഓക്കെ, നമുക്ക് അടുക്കളയിൽ പോകാം. ഇപ്പൊ ചേച്ചിയുടെ കണ്ണിൽ ഒന്നും കാണുന്നില്ല അല്ലേ? ചേച്ചിക്ക് എന്നൊക്കെ വേണം? ഞാൻ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. കാരണം വലിച്ചു കിട്ടുന്നത് ശരിയല്ലല്ലോ. ശരി, ഒരു എനിക്ക് ഇച്ചിരി ബ്രെഡ്, ഇച്ചിരി ഇന്ന് ചേച്ചി പൊടിയല്ല. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തത്? ഞാൻ ഫിഷ് കറിയാ ചെയ്തത്. അപ്പൊ ആ ഫിഷിന്റെ എന്തെങ്കിലും ഇച്ചിരി ഉണ്ടാവും. അപ്പൊ ആ ഫിഷ് ഇച്ചിരി ബോയിൽ ചെയ്തതും, പിന്നെ ബ്രെഡ്, പിന്നെ ഇച്ചിരി സവാള ഉള്ള സാധനം, ഒരു മുട്ട, ഇങ്ങനെ ഒരു കട്ടിംഗ് ബോർഡ്, മുട്ട, ബ്രെഡ്, മീൻ വേവിച്ചത്, മീൻ കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ചത്, പിന്നെ പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പെപ്പർ പൗഡർ, ഉപ്പ്, പിന്നെ ബ്രെഡ്, ഒരു എനിക്ക് കട്ടിംഗ് ബോർഡ്, ഓയിൽ, ഇത്ര മതിയോ? ഉപ്പ് മതി. വളരെ സിമ്പിൾ ആയിട്ട് കേട്ടോ. ഇത് എല്ലാവർക്കും ഒക്കെ ഒരു ചെറിയ സ്നാക്ക്. സാർ പറഞ്ഞല്ലോ ഇതാ എന്നെ പറഞ്ഞ് തന്ന് പറ്റിക്കുന്നതെന്ന്. പക്ഷെ എപ്പോഴേലും പറയാവോ പുള്ളിക്കാരി പറ്റിച്ചതാന്ന്? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്നാ സ്വാദാ! അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഉള്ള കാര്യം പറയാം. സത്യമായിട്ടല്ല, നാട്ടുകാരാ സ്വാദാന്ന് പറഞ്ഞ അങ്ങനെയൊന്നുമല്ല, ടേസ്റ്റാന്ന് പറയട്ടോ. ഭയങ്കര ഇതായിട്ട്. പിന്നെ ഈ പറയണ എല്ലാരും പറയും വല്ലതും നേരം ജീവ ഉണ്ടാക്കണ ക്യാമറ മുന്നിൽ വരണം. അപ്പൊ സാർ ഒരു കാര്യം ചെയ്യും. അതെ, സാർ ഒരു കാര്യം ചെയ്യും, അടുക്കളയിൽ ഒരു ക്യാമറ എന്റെ കുഞ്ഞുങ്ങളും പറയുന്നത് അമ്മ വല്ലതും ചെയ്യണമെങ്കിൽ ക്യാമറ വേണം, അല്ലെങ്കിൽ നേരെ ചൊവ്വയൊന്നും ഉണ്ടാക്കാൻ ഒക്കത്തില്ല, തട്ടിപ്പാന്ന് മൊത്തം. പക്ഷെ അല്ല, നമുക്കടാ അവിടെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഡെയിലി അവിയൽ സാമ്പാർ ഹോട്ടലായോണ്ട് ഇതെല്ലാം ഉണ്ട് ഡെയിലി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോ ഇവിടെ ഉള്ള സാധനങ്ങൾ, ചേച്ചിക്ക് മഞ്ഞപ്പൊടി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, വേണ്ട വേണ്ട വേണ്ട, ഈ വകകളൊന്നും വേണ്ട, വേണ്ട. എണ്ണ വെളിച്ചെണ്ണയോ? ഇനി സൺഫ്ലവർ ഓയിലോ? ഓക്കെ, രണ്ടും വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പറഞ്ഞ സാധനങ്ങൾ ഇവിടെ ഒന്നും ഇല്ല, ഞാൻ എല്ലാം പോയി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള പോലെ സെക്കൻഡ് എടുക്കല, ഞാൻ പോയി എടുത്തോണ്ട് വരാം. അപ്പൊ ചേച്ചി സാറോട് വർത്താനം പറഞ്ഞിട്ടേ വഴക്കുണ്ടാക്കരുത്. അപ്പം എനിക്ക് ഇവിടെ ഉള്ള ഒരു ഇൻഗ്രീഡിയൻസ് പെട്ടെന്ന് പറഞ്ഞ അനുസരിച്ച് വെച്ചിട്ട് ഞാൻ ഒരു ഫിഷ് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും അവരവരുടെ രീതികളിലൊക്കെ ചെയ്യുന്നുണ്ടാവും, അറിയാവുന്നതുമായിരിക്കും. എന്നാലും ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലൊന്ന് ചെയ്യുക. ഏകദേശം ശരിയും പോരാത്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തരും. പോരാത്തൊക്കെ വന്നോ? വെള്ളമൊക്കെ ഉണ്ടോടാ? വെള്ളം പിന്നെ ചേച്ചിക്ക് വെള്ളം തരാം. ഒരു കട്ടിംഗ് ബോർഡ് തരാം, ഓയിലോട്. അപ്പം ഞാനിവിടെ ഓൾറെഡി പറഞ്ഞ അനുസരിച്ച് ഇപ്പം ഇവിടെ ഫിഷ് നെമ്മീൻ അല്ലേ, നെമ്മീൻ ഇച്ചിരി ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് വേവിച്ചാണ്. അപ്പം നമുക്ക് ഈ ഫിഷ് നമ്മൾ ഓൾറെഡി ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ ഞാനിത് കാണിച്ചിട്ടുണ്ടാവില്ല. ഇല്ല ചേച്ചി, ഫസ്റ്റ് ടൈം ഞാനും കാണുക, ഞാൻ ഇന്നൊരു സ്റ്റുഡൻ്റാ. ഞാനും ആദ്യമായിട്ട് ഇതുപോലത്തെ വീട്ടിലുണ്ടാക്കിയിട്ടില്ല. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്തോ ചെയ്യാനാണ്. ഞാൻ ശരിക്കും ഇങ്ങനെ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നല്ലോ. പിന്നെ ഇപ്പോൾ ഉള്ള പ്രിപ്പയർഡ് അല്ലെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ ചെയ്തേ, അതാണ് അതിന്റെ മിടുക്ക് അല്ലേ? എന്നോടൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒന്നുമില്ല, രക്ഷ വരയ്ക്കും. ഓക്കെ, നമ്മൾ ഈ ഫിഷ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിന് വേണ്ട അല്പം കൈയൊക്കെ ഉപയോഗിക്കുകയാണേ. ഇച്ചിരി സവാള ചെറിയായിട്ട് കുരുകുരാന്നരിഞ്ഞ സവാള, നമുക്ക് ഒന്നും വേണ്ട. അത് വേണ്ട, അത് നമ്മൾ ഓൾറെഡി നമ്മൾ ഓയിൽ ഇടുമ്പോഴത്തേക്ക് അതങ്ങ് കറക്റ്റായി. ഇതിന് ഏകദേശം ഒരു ചേരും. ഇതിന്റെ കണക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇതാണ് ഞാൻ നേരത്തെ പറയുന്നത്, ഇന്നതുപോലെ ഇത്ര ഇത്ര എന്നൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. ലാസ്റ്റ് ഇതിന്റെ ഉപ്പൊന്ന് നോക്കിക്കോണം കേട്ടോ. ഞാൻ എല്ലാം ചെയ്ത് കഴിയട്ടെ. പിന്നെ ഒരല്പം മല്ലിയില ഇടാം. ഇതിനകത്ത് ശരിക്കും നമുക്ക് വേണമെങ്കിൽ എന്താ മറ്റേ സ്പ്രിംഗ് അണിയൻ അതിടാം, സെലറി ഇടാം. മല്ലിയില ഇടുമ്പോൾ ശരിക്കും ഒരു നാടൻ ടേസ്റ്റ് വരും. എന്നാൽ നമ്മൾ അതിന് ഇച്ചിരി ഒരു ചൈനീസ് ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഇച്ചിരി സോയ സോസും വേണം. ഞങ്ങൾ തരും. ഉപ്പ് പിന്നെ വേണം. സത്യമാണ്, ചെറിയ ചെറിയ കണ്ടിട്ടില്ല. അല്ല, ഞാനൊരു നുള്ളു ഉപ്പ് ഓൾറെഡി ഇതിന് ഇട്ടേക്കുന്നുണ്ട്. ഇച്ചിരി പേടിച്ചിട്ട് മീനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ചിട്ട് ഞാൻ ഇച്ചിരി മൈദ ഇതിനൊരു പിടുത്തം കൊടുക്കാനായിട്ടാണ്. മൈദ വേണമെങ്കിൽ ഇച്ചിരി മൈദയും ഇച്ചിരി കോൺഫ്ലോർ മാത്രം ഇട്ടാൽ കുഴപ്പമുണ്ടോ? അലർജി ഉള്ള ഞങ്ങളെ പോലത്തെ ആൾക്കാരുണ്ട്. കുഴപ്പമില്ല. അതല്ലെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി റവ ഇടാം.
പറഞ്ഞ മനസ്സിലായി. പക്ഷെ ഒരു തനി നാടൻ ടേസ്റ്റിലോട്ട് വരുമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇത് ആക്ച്വലി ഒരു നാടൻ ഒരു ടേസ്റ്റിലേക്ക് വരും ഏകദേശം. ഞങ്ങളുടെ മല്ലിയില ഇട്ടോണ്ടായിരിക്കും ചേച്ചി സ്പ്രിംഗ് ഓണിയനെ മറ്റോ വാങ്ങിക്കാൻ മറന്നുപോയി. അതുള്ള നേര് പറയാലോ. ഒരു മുട്ട, ഇതൊക്കെ ഒരു യുക്തി പോലെ അങ്ങ് ചെയ്യുവോ കേട്ടോ. ആയിക്കോട്ടെ. ഇതിന്റെ ഒരു ചേരുവയൊക്കെ. സോയ സോസ് വേണ്ടേ? വേണം, ഇടാം ലാസ്റ്റ് ഇടാം. അവിടെ ഒന്നുമില്ല, ഇതിന്റെ സോയ സോസ് ഒക്കെ ഇടുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഉപ്പുമായ ഉണ്ടല്ലോ, അപ്പൊ അതെല്ലാം കൂടെ ലാസ്റ്റ്. ഇതിപ്പോ ആക്ച്വലി ഇതിന്റെ ടേസ്റ്റ് ബട്ടർ ഇടാം, ലാസ്റ്റ് ഇടാം. ഇച്ചിരി ബട്ടർ ഇട്ട് തരാമോ? ഇത്തിരി വേണ്ട, ഒരു ഇച്ചിരി ആ ഒരു ടേസ്റ്റ് ഫ്ലേവർ കിട്ടാനായിട്ട്. മതിയോ? അത് എങ്ങനായി വരുമെന്ന് ഞാൻ പിന്നെ ഇത്ര മതിയോ? അത് ഇച്ചിരി വേണോ? മതി, ഇത് മതി. ഇത് ആക്ച്വലി ചീസ് ടോസ്റ്റ് എന്നാ ഞാൻ നമ്മൾ വേറെ ഒരു ഇതായിട്ട് ഡിഷായിട്ട് ചെയ്യാറുണ്ട്. ചീസ് ഇടും, ചീസ് ഇട്ട് ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ബട്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പിന്നെ ബട്ടറിലേക്ക് പോയതേ. അല്ലെങ്കിൽ ബട്ടറിന് പകരം ചീസ് ഇടും. ചീസ് ഇട്ടിട്ട് സ്പ്രിംഗ് അണിയൻ ഇതൊക്കെ വെച്ച് ഇപ്പോൾ ആക്ച്വലി ഒരു ഫോറിൻ ഡിഷിന്റെ ടേസ്റ്റ്. ചേട്ടനപ്പൊ നാടനൊന്നും കഴിക്കാറില്ലല്ലേ? നീ ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും ചേർക്കാനുണ്ടോ? അത് ഇച്ചിരി ഒഴിച്ചു തരാം. എന്നിട്ട് ഉപ്പൊന്ന് നോക്കണേ. ഉപ്പ് മതിയോ നോക്കണം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഒഴിക്കട്ടെ ചേച്ചി. മതി മതി. ഇനി ഇച്ചിരി ടൊമാറ്റോ സോസ് കൂടെ. ടൊമാറ്റോ സോസ് കൂട്ടിയാണ് നമ്മളിത് കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ചെറിയൊരു ഇതിനകത്ത് ടൊമാറ്റോ സോസ് ഇടും. ഇടാം. ഞാൻ ഇട്ടാ തെറ്റും. ഞാൻ പറയേണ്ട കാര്യമില്ല, അത് പറ്റില്ല. അവിടെ നിൽക്കുന്നത്. മതി മതി മതി. അത് ആരും മതി എന്ന് പറഞ്ഞാൽ കേട്ടായിരുന്നോ? അപ്പൊ ആരാണ് ചെറിയ പരിചയമൊക്കെ ഉള്ളതുകൊണ്ടേ. എടാ, ഇനി ഇതിന്റെ ഉപ്പൊക്കെ നോക്കി. ഇത് പാൻ വെച്ചിട്ട് നമ്മളിപ്പോ സൺഫ്ലവർ ഓയിൽ അല്ലെ, ഇതിപ്പോ ഒരു തനി നാടൻ ടേസ്റ്റ് ആയിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് എടുത്താലും നല്ലതാണ്. സൺഫ്ലവർ ഓയിൽ ഓക്കെ. ഇത്രയും നല്ലതായിട്ട് ചെയ്തിട്ട് നമ്മൾ വേണ്ട. നമുക്ക് ഇച്ചിരി പെപ്പർ പൗഡർ ഇടാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും എല്ലാം ഉണ്ട്. സോയ സോസിന് ഉപ്പുള്ളതുകൊണ്ട് പിന്നെ കൂടുതൽ ചേർക്കേണ്ട കാര്യമില്ല. ബട്ടറിന് ഉപ്പുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ ഞാൻ എടുത്തോണ്ട് വരട്ടെ. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്യാം. ഇത് ഇച്ചിരി ഒരു ദിവസമൊക്കെ പഴക്കമുള്ള ബ്രെഡ് എടുക്കുന്നതായിരുന്നു നല്ലതേ. കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഒന്ന് കട്ടിയായിട്ടിരിക്കാനായിട്ട്. കാരണം ഇച്ചിരി കേട്ടോ ആനി, ഒരു ദിവസമൊക്കെ പഴക്കമുള്ള ഒരു ബ്രെഡ്. ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ സാധാരണ സാൻഡ്വിച്ച് ചെയ്യുമ്പോഴും ഇതേപോലത്തെ എല്ലാം ചെയ്യുമ്പോഴത്തേക്കില്ലേ ഒരു ദിവസം പഴക്കമുള്ളത് എന്നത്തിന് നമ്മൾ എടുക്കുന്നത്? അത് ഇച്ചിരി ബ്രെഡ് അല്ലെ, ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് മാറാനായിട്ട് നമുക്ക് ഒരു ദിവസം വെളി വെച്ചാലും മതി. ഇത് ചേച്ചി കുരുമുളക് ഇടട്ടെ അതിലോട്ട്? ഇട്ടു. ചേച്ചി നോക്കിക്കോ. കുരുമുളക് സത്യത്തിൽ അത് നല്ല, ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇടാം കേട്ടോ ഇതിനകത്ത്. അത് ചേച്ചി ഞങ്ങളെ പഠിപ്പിക്കുമ്പോ മുഴുവൻ പഠിപ്പിക്കണം. അല്ല ഈ ഇടയ്ക്കിടയ്ക്ക് അത് ഇട്ടോ ഇതിട്ടോ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ട. ഒരു ബുദ്ധിമുട്ടും ഞാൻ അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം കൂടെ ആവശ്യപ്പെടാം. പിന്നെ ഉള്ളത് വെച്ച് നമുക്ക് ഓണം പോലെ. അപ്പൊ ചേച്ചി ഇത് ഫുൾ ആയിട്ട് റെസിപ്പി ചെയ്യുകയാണെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇത് മാത്രം ഇത് ചേച്ചി ഇട്ടേല് എക്സ്ട്രാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറെ ഒന്നും ഇല്ല, പറയത്തില്ല വേറെ ഒന്നും വേണ്ട. അത് ഇട്ടാൽ ടേസ്റ്റ്. ഇത് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒന്നും ഒരു കുഴപ്പമില്ല. ഇത് കേട്ടോ ചെറിയ പീസാക്കി ഞാൻ മുറിക്കുകയാണെ, ചെറിയ പീസാക്കി. ഇതൊരു സ്നാക്കാണേ ശരിക്കും. ഓക്കെ, ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ വിളിക്കും. എപ്പോ ചോദിച്ച പോലെ ഇരിക്കുന്നു എനിക്ക്. എടാ ഇത് കേട്ടോ കുരുമുളക് പൊടി ഇട്ടായിരുന്നല്ലേ. ഈ പെപ്പർ പൗഡർ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കട്ട്ലേറ്റിലൊക്കെ ഇച്ചിരി കുരുമുളക് പൊടി. ഞാനാണെങ്കിൽ പച്ചമുളകിന്റെ ലീസ്റ്റ് പച്ചമുളകിന്റെ ടേസ്റ്റ് ഇഷ്ടം. പക്ഷെ എനിക്ക് മുളകിന്റെ തരി കടി. അതിന് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, കത്രിക വെച്ചിട്ട് പച്ചമുളകിന്റെ തരി അങ്ങ് കളയും. എന്നിട്ട് പച്ചമുളക് ഇടും. പച്ചമുളകിന്റെ ടേസ്റ്റും കിട്ടും. അതുപോലെ എരിവ് കിട്ടത്തില്ല, എരിവില്ല. ചെറിയ ഒരുപാട് എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെയാ ചെയ്യുന്നേ. ഓക്കെ, നമുക്ക് പാൻ മോശമാണെങ്കിൽ ഒന്ന് പറയല്ലേ. എന്തായാലും ഞാനും സെർവാണ് കഴിക്കാൻ പോകുന്നത്. എണ്ണ ഒഴിക്കണം. ഞാനിപ്പോ വേണ്ടേ ഇത് ഒന്ന് ഫില്ല് ചെയ്യാൻ പോവാണേ. ഇത് ജസ്റ്റ് സാൻഡ്വിച്ച് പോലെ അല്ലേ? ഇതില്ല ഒന്നുമില്ലടാ, ജസ്റ്റ് ഇതിന്റെ മണ്ടയ്ക്ക് വിട്ടിട്ട് ഇത് ഇതൊരു സ്വല്പം ഒന്ന് ഇതിന്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കുക, ഒന്ന് പറ്റിച്ചു കൊടുക്കുക. ഓക്കെ, ഇനിയും ആനിപ്പോ എന്നോട് പറഞ്ഞില്ലേ ഇനിയൊന്നും പറയില്ലേന്ന് പറഞ്ഞില്ലയോ.
പക്ഷെ ഞാൻ പറയുവാണേ, ഇത് ഇപ്പൊ ഫിഷ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഫിഷ് ചെയ്തത്. ചിക്കൻ ഇട്ട് ചെയ്യാം കേട്ടോ. ഏറ്റവും ടേസ്റ്റ് ചെയ്താ ചേച്ചി ചിക്കൻ. ഫിഷ് ഇഷ്ടമുള്ളവർക്ക് ചിലച്ചൊക്കെ ഈ സംബന്ധിച്ചോളം ഫിഷിനോടുള്ള ആളാണ്. പക്ഷെ ചിലർക്ക് ചിക്കൻ ആണ് ഇഷ്ടമെങ്കിൽ ചിക്കൻ കൊടുക്കുക. എന്താണ് രണ്ടും ഇതിന് ഫ്ലേവർ കറക്റ്റാ, കുഴപ്പമൊന്നുമില്ല. എന്ത് വേണേലും കൊടുക്കാം. ബീഫ് വേണേ ബീഫ് കൊടുക്കുക, ഏത് വേണേലും കൊടുക്കാം. ബീഫ് മിൻസ്ഡ് വേവിച്ചായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. എല്ലാം ഈ പറഞ്ഞ ഉപ്പും കുരുമുളക് വേവിച്ചെടുത്ത് കുരുമുളക് പച്ചമുളക് കഴിവത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ള പച്ചമുളക് വേണ്ട. കാരണം എന്താ പറയുക, സ്പ്രിംഗ് അണിയനും ഇതെല്ലാം ഉണ്ടെങ്കിൽ, കാരണം ഈ കുരുമുളകിന്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ എടുക്കാതിരിക്കുന്നു നല്ലത്. ഞാൻ എത്രണ്ണമായി എണ്ണ ഇട്ടോടാ. സൺഫ്ലവർ ഓയിൽ അല്ലേ? സൺഫ്ലവർ ഓയിൽ. നിറച്ച് വേണോ ചേച്ചി? ഷാലോ ഫ്രൈ? അല്ല, ഷാലോ ഫ്രൈ അല്ല. ആക്ച്വലി ഒരു കുഴിയൻ ഇതാണെങ്കിൽ ഒന്നുകൂടെ സൗകര്യമായിരുന്നു. താങ്ക് യു. ഞാൻ ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിച്ചാൽ പോരെ? മതി. പിന്നെ ചേച്ചി നോക്കിയേ എണ്ണ. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രം ഇടാം. എണ്ണ ചൂടായിട്ടോട്ടെ. നടാ തിരിച്ചു. എനിക്ക് ഈ എണ്ണ തീയോട് ഇച്ചിരി ഒരു പേടിയുള്ള ആളാണ്. ഇട്ടോ കമത്തിട്ടോ. റെഡി. ഓക്കെ. ഇതൊന്ന് മുങ്ങി കിടന്നാൽ നന്നായിരിക്കും കേട്ടോ. ആക്ച്വലി പെട്ടെന്ന് പറഞ്ഞോണ്ടേ പാവം ആനി എനിക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്. ഞാനാ ചെയ്തെങ്കിലും അങ്ങനെ ചിന്തിക്കരുത്. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ. എനിക്ക് ഈ ചൂട് ഇച്ചിരി പേടിയുള്ള ആളാണ്. പിന്നെ അല്ലല്ല അതൊക്കെ ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ അതെനിക്ക് കത്തിച്ചു തരാനൊക്കെ ഇവിടെ ഇതുണ്ട്. ഇതൊക്കെ ഇങ്ങനൊക്കെ ചെയ്യും. എനിക്ക് ആ എന്റെ ഒരു കുഴിയൻ പാത്രമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ കൈവാക്കുള്ള പാത്രം ഇതെല്ലാം അത് ചെയ്യുന്നു. സംഭവം ഇത് തന്നെയാ കാര്യം. ഇച്ചിരി മൂക്കണ്ട. അത്ര മൂക്കണ്ട. ഇത് മാത്രം ഇച്ചിരി കൂടുതൽ മൂത്തുപോയി. ആദ്യമായിട്ട് പഠിക്കുന്നല്ലേ, അന്നേരം മൂക്കണ്ട. ഓക്കെ. ഇതായിരിക്കും കറക്റ്റ് പരുവം. അതെ ഇതാണ് കറക്റ്റ് പരുവം. ഓക്കെ. ഇനി ഇത് തന്നെ ഇത് കറക്റ്റ്. ഇത് ഈ ചൂടോടെ തിന്നണം കേട്ടോ. ഇത് ഏതൊരു ഭക്ഷണം അതല്ലേ, നല്ല ചൂടോടെ. നമ്മള് ഒരു ശരിക്കും ഒരു ഈവനിങ് സ്നാക്ക് അല്ലെ ഒരു സ്റ്റാർട്ടർ ഇതാണോ പരുവം? അല്ല, ഇതാ പരുവം. ഇതൊക്കെ അത് ഇച്ചൂടെ മൂത്താലും നല്ലതാ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പൊ അത് ഇടാൻ പോകണ്ട. നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പ്രഷർ പിന്നെ ഇനിയിപ്പോ ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ ഇത് പല പരുവത്തിന്, അപ്പൊ നമുക്ക് അറിയാലോ ഏതാ കറക്റ്റ് ചെറിയൊരു ബ്രൗണിഷ് കളർ. അതായത് നമ്മൾ കട്ട്ലേറ്റ് വറുത്തെടുക്കുന്ന കൂട്ട്. എന്നിട്ട് ഒരു സ്ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ. ഓക്കെ. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ട്. അത് എല്ലാവർക്കും ഒരു ചെറിയ ബൗളിൽ എടുത്തിട്ടാണല്ലേ എല്ലാവർക്കും സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ബൗളിൽ ഇങ്ങനെ ഒരു ഡ്രോപ്പ്. ജസ്റ്റ് ഒരു ഇച്ചിരി. ഇത് ചൂടോടെ തന്നെ കഴിക്കണേ സ്നാക്ക്. നല്ല ടേസ്റ്റ്. വെച്ച് കഴിഞ്ഞാൽ കൊളത്തയില് ഇരിക്കരുത്. അതെ. പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോ പറയത്തില്ല, എന്റെ പിള്ളേർ എന്നെ ഇനി വല്ലതൊക്കെ പറയും. അമ്മയ്ക്ക് ഇതൊക്കെ അറിയാമായിരുന്നു. എന്നിട്ട് അമ്മ ആണ് ഞങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാക്കി തന്നില്ല. അവര് വല്ലതൊക്കെ അന്നേരം അമ്മ പറയും, മോനെ അപ്പൻ പോലും ഇപ്പോഴാ അറിഞ്ഞടാ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ. ക്യാമറ ഇല്ലാതെ പോയി. പക്ഷെ നല്ലതാട്ടോ. പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. എല്ലാവർക്കും വേണ്ടി ഞാൻ കഴിക്കാം. അതെ. ഒരു കറക്റ്റ് ആയിട്ടുള്ള സാധനം എടുത്ത് കഴിക്കും. ചുമ്മാ ഭംഗിയാക്ക്. ഞാൻ പറയാൻ പറ്റുന്നില്ല. ഞാനൊരു കറക്റ്റ് കാര്യം പറയാം. നമ്മളൊക്കെ പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോ അമ്മമാർ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ബ്രെഡിനകത്ത് വെച്ച് ആ ഒരു നൊസ്റ്റ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ശരിക്കും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ശരിക്കും ഇത്രയും നമ്മളെല്ലാവർക്കും ഉപ്പ്, പിന്നെ ചേച്ചി പറഞ്ഞാൽ എരിവ് കുറച്ച് കൂടുതൽ വേണ്ടിയവർക്ക് അത് പ്രിഫർ ചെയ്യാം. അത് പച്ചമുളകോ കുരുമുളകോ ഏതാന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ഓണേഡ് ആണ്. കാരണം എനിക്ക് ചെയ്യാൻ തരാൻ പറ്റില്ല. ഒരു വലിയ കുക്കല്ലയോ എന്റെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ല, ഇവരുടെയൊക്കെ പുറകിൽ ഞാൻ ഇത്രേ ഉള്ളൂ. ഇൻസ്റ്റന്റ് ആയിട്ട് പറഞ്ഞ ഓർഡർ ഇത്രയും വലിയ സാധനമൊക്കെ ഉണ്ടാക്കിയില്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കും. അപ്പൊ ഞാൻ പറയും പിന്നെ എപ്പോഴേലും ആവട്ടെ, ഞാൻ പഠിച്ചിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവും. ഇവരെയൊക്കെ കണ്ട് ഞാൻ പഠിക്കും സത്യം.